ഹലോ, ക്ലേ യൂസ് ചെയ്തിട്ട് ടെക്സ്റ്റേർഡ് കോസ്റ്റേഴ്സ് ഉണ്ടാക്കിയാലോ? ഇത് ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിച്ച കോസ്റ്റേഴ്സ് ആണ്. നമുക്ക് ഇതിൽ എയർ ഡ്രൈ ക്ലേ യൂസ് ചെയ്തിട്ട് ഒരു ടെക്സ്ചർ ആയിട്ട് ഉണ്ടാക്കാം. അതിനായിട്ട് പെൻസിൽ യൂസ് ചെയ്തിട്ട് ഔട്ട്ലൈൻ സ്കെച്ച് ഇതേപോലെ ചെയ്തു കൊടുത്താൽ മതി. ഈ കോസ്റ്റേഴ്സിന്റെ വലുപ്പത്തിനുള്ളിൽ വരുന്ന 2-3 പിക്ചേഴ്സ് ഞാൻ എൻ്റെ റഫ് ബുക്കിൽ മുന്നേ തന്നെ വരച്ച് വെച്ചായിരുന്നു. എന്നിട്ട് അതുപോലെ തന്നെ നമ്മുടെ കോസ്റ്ററിൽ നോക്കി വരച്ചെടുത്തുട്ടോ. ഇത് ഞങ്ങളുടെ സ്വന്തം ബൈക്കിന്റെ പിക്ചറാണ് കേട്ടോ. വേറെ 2 കൂടി ഇതേപോലെ തന്നെ സ്കെച്ച് ചെയ്തെടുത്തായിരുന്നു. ഇതിലിപ്പോ പെയിന്റ് ചെയ്യണമെന്നില്ല, ഞാൻ വെറുതെ ജസ്റ്റ് ചെയ്ത് നോക്കിയെന്നേ ഉള്ളൂ. ഇനിയാണ് നമ്മുടെ മെയിൻ ടാസ്ക്, എയർ ഡ്രൈയിങ് ക്ലേ. ആദ്യം നമുക്ക് നമ്മുടെ ബൈക്കിന്റെ സ്കെച്ച് തന്നെ എടുക്കാം കേട്ടോ. ഇതുപോലെ ഞാൻ പെൻ വെച്ചിട്ട് ഔട്ട്ലൈൻ വരച്ചെടുത്തായിരുന്നു. ഇനി എന്താ, നമുക്ക് ആവശ്യത്തിനുള്ള ക്ലേ യൂസ് ചെയ്തിട്ട് അതിന്റെ മുകളിലോട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് അത് ചെറുതായിട്ടൊന്ന് തിന്നായിട്ട് ഒന്ന് പരത്തിയെടുക്കണം, ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുക. അപ്പൊ എൻ്റെ ഇതിന്റെ ടൂൾസ് ഇല്ലാത്ത കാരണം കൊണ്ട് ഞാൻ ബ്രഷ് വെച്ചിട്ട് തന്നെയാണ് ഒന്ന് സ്പ്രെഡ് ചെയ്തത്. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഒരു ഷേപ്പിലാക്കിയിട്ട് അതിലോട്ട് സ്റ്റിക്ക് ചെയ്യണം. അപ്പൊ ഗ്ലൂ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും, കാരണം അത് ക്ലേ ഡയറക്റ്റ് അതിന്റെ മുകളിൽ വെക്കുമ്പോൾ സ്റ്റിക്ക് ആവണമെന്നില്ല. അപ്പൊ നമുക്ക് അതിനായിട്ട് ഗ്ലൂ യൂസ് ചെയ്യാം. ഇതുപോലെ ഓരോ പാർട്സ് ആയിട്ട് നമുക്ക് ക്ലേ വെച്ചിട്ട് അതിലോട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ഞാൻ ഏകദേശം ഒരു ഷേപ്പൊക്കെ ആക്കി ഈ ഒരു രൂപത്തിലാക്കി എടുത്തു. ഈ എയർ ഡ്രൈ ക്ലേ യൂസ് ചെയ്തിട്ട് എനിക്ക് വലിയ പ്രാക്ടീസ് ഒന്നുമില്ല, പക്ഷെ ബിഗിനേഴ്സിനായാലും ചെയ്തു നോക്കാവുന്ന ഒരു സിമ്പിളായിട്ടുള്ള ടെക്സ്ചർ ആയിട്ടാണത്. സംഭവം ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. കളറൊക്കെ കൊടുത്തൊന്ന് ഫിനിഷ് ചെയ്തെടുത്താൽ മതി. ബാക്കി 2 ഇതുപോലെ തന്നെ നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാം കേട്ടോ. പക്ഷേ സമയപരിമിതി മൂലം ഞാൻ ആകെ 1 മാത്രമേ ഫിനിഷ് ചെയ്യുന്നുള്ളൂ തൽക്കാലത്തേക്ക്. ക്ലേ യൂസ് ചെയ്ത് തുടങ്ങുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടി ഒക്കെ ഉണ്ടെങ്കിലും കുറച്ച് കഴിയുമ്പോൾ അതങ്ങോട്ട് സെറ്റ് ആയിക്കോളും. ഇങ്ങനെയൊക്കെയല്ലേ ചെയ്ത് പഠിക്കുക. അപ്പൊ അതെ, ഇതും ഇതേപോലെ തന്നെ പെയിന്റ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. നോക്കിയേ, അപ്പോൾ ഈ 2 കോസ്റ്റേഴ്സ് ആണ് ഞാൻ എയർ ഡ്രൈ ക്ലേ യൂസ് ചെയ്തിട്ട് ഇപ്പോൾ ചെയ്തെടുത്തത്. ഇനി ഇതിന്റെ മുകളിൽ ടോപ്പ് കോട്ടായിട്ട് വാർണിഷും കൂടി ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഇത് കേടായി പോവില്ല, എത്ര കാലം വേണമെങ്കിലും ഇരുന്നോളും. ആൻഡ് ഈ കോസ്റ്റർ നമുക്ക് തൽക്കാലത്തേക്ക് മാറ്റി വയ്ക്കാൻ ഞാനതിപ്പോൾ ചെയ്യുന്നില്ല. സംഭവം ഇതൊരു കോസ്റ്റർ ആണെങ്കിലും ഞാനിത് എൻ്റെ വാളിൽ ഫിക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു വാൾ ഡെക്കർ ആയിട്ട് ഇരിക്കട്ടെ. സംഭവം സിമ്പിളാണ്, നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. അപ്പോൾ ഈ ക്രാഫ്റ്റ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ടിൽ ദെൻ, ബൈ ബൈ.